നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ ഉദ്ദേശവും നിലപാടും ഈ വ്യക്തി നിങ്ങളോട് തുറന്നു പറയാൻ പോകുന്നു. ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ മനസ്സ് തുറക്കുന്നു. പ്രപഞ്ചശക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന കാണുക. അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും, രഹസ്യങ്ങളും, സത്യങ്ങളും, ഈ വ്യക്തിയുടെ ഡിസിഷൻ, തീരുമാനങ്ങൾ, അഭിപ്രായങ്ങൾ, ഉദ്ദേശം, ഈ കാര്യങ്ങളൊക്കെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി വളരെയധികം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ പുറകെ നടന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ വ്യക്തി അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ കൂടുതൽ പ്രാധാന്യം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൊടുത്തിരുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിനോ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിനോ വേണ്ടിയിട്ട് ഈ വ്യക്തി അധികം സമയം ചെലവഴിക്കുകയോ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുകയോ നിങ്ങളുടെ സ്നേഹത്തിന് വില കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട്. അതായത് മനസ്സിന് അസ്വസ്ഥത, മനസ്സിനൊരു ഭാരപ്പെടൽ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ സന്തോഷിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നാലും ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ സമാധാനമായിട്ട് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. ഒരു പൂർണ്ണത ലഭിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ വ്യക്തിയുടെ ഹാർഡ് വർക്ക് കാരണം, ഈ വ്യക്തിയുടെ വളരെയധികം ഒരു നല്ല രീതിയിലുള്ള അധ്വാനം കാരണം ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷെ ആ നേട്ടത്തിലായിക്കോട്ടെ, വിജയത്തിലായിക്കോട്ടെ, ഈ വ്യക്തിക്ക് അത്രമേൽ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. സ്വന്തം ജീവിതത്തിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും നിലപാടും ഉദ്ദേശശുദ്ധിയും ഉള്ള ഒരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു നീതി തരുന്ന കാര്യത്തിൽ, അതായത് നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്ന അതേ സ്നേഹവും പരിഗണനയും ഈ വ്യക്തി തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് തരുന്ന കാര്യത്തിൽ ഒരല്പം, അല്പം എന്നല്ല കുറച്ചധികം മടി കാണിച്ചു, അല്ലെങ്കിൽ പിശുക്ക് കാണിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു മെൻറ്റാലിറ്റിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തിലാണ് ഈ വ്യക്തി ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് കുറേ സ്നേഹം കാണിക്കുമ്പോൾ ഈ വ്യക്തിയുടെ വില നഷ്ടപ്പെട്ടു പോവോ, അല്ലെങ്കിൽ ഈ വ്യക്തി താഴ്ന്നു പോവോ എന്നൊക്കെയുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ഒരു അന്ധവിശ്വാസം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയായിട്ടുള്ള ഒരു ചിന്തകളും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും കുറച്ചധികം അകന്ന് നിൽക്കുന്നതായിട്ട്, അതായത് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടൊക്കെ വളരെയധികം അകന്ന് നിന്നിരുന്ന ഒരു പ്രകൃതമായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവാണെങ്കിൽ പോലും, ഒരുമിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ പോലും, ഈ വ്യക്തി പല കാര്യങ്ങളിൽ, അതായത് ഇപ്പോൾ നല്ല രീതിയിൽ റൊമാൻസ് കാണിക്കേണ്ട ഒരു ഇതാണെങ്കിലും, സ്നേഹം മനസ്സിൽ വെക്കാനുള്ളതല്ലല്ലോ, അത് പ്രകടിപ്പിക്കുകയും കൂടി വേണമല്ലോ. അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യമാണെങ്കിലും സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറന്ന് സംസാരിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ അതിനോടൊന്നും ഈ വ്യക്തിക്ക് അത്രത്തോളം താല്പര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ അറിവില്ലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ പോലും എന്തൊക്കെയോ പല കാര്യങ്ങളിൽ ഈ വ്യക്തി പിന്നോട്ട് നിന്നിരുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ പോലും, ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും
അല്ലെങ്കിൽ അത് ഏത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും ഈ വ്യക്തി ഇത് അമിതമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറിക്കഴിഞ്ഞാൽ അത് സ്നേഹത്തോടെ പെരുമാറണം. അല്ലെങ്കിൽ അത് അങ്ങനെ പെരുമാറിയാലാണ് അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ ഈ വ്യക്തി ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയല്ല. സ്നേഹം പ്രകടിപ്പിക്കണം. നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കണം. നിങ്ങളുടെ മനസ്സറിയണം. പരസ്പരം മനസ്സിലാക്കണം. എന്നിങ്ങനെയുള്ള ഒരു തിരിച്ചറിവുകൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ, അത് ദാമ്പത്യ ജീവിതമായിക്കോട്ടെ, പ്രണയിച്ചുകൊണ്ടിരുന്ന സമയമായിക്കോട്ടെ, നിങ്ങൾ വളരെയധികം ഈ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഈ വ്യക്തിക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ വ്യക്തി അത്രയും ഒരു ഒരു കുഞ്ഞു കുട്ടിയെ നോക്കുന്നത് പോലെ നിങ്ങൾ അത്രയും സംരക്ഷണം കൊടുത്ത് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ഈ വ്യക്തിയുടെ കൂടെ എപ്പോഴും സ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ വ്യക്തി വില കൽപ്പിക്കാതെ, ആഹ് അല്ലെങ്കിൽ അതൊന്നും നിങ്ങളുടെ അടുത്ത് തിരിച്ച് പ്രകടിപ്പിക്കാതെ, എല്ലാം മനസ്സിൽ ഒതുക്കി വെച്ചിരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോ എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും അതുപോലെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കടിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടായിരിക്കാം. ഈ വ്യക്തിയുടെ വിചാരം ഈ വ്യക്തി വളരെയധികം മെച്യൂരിറ്റി, ഭയങ്കര പക്വത ഉള്ള വ്യക്തിയാണെന്നാണ് ഈ പേഴ്സന്റെ വിചാരം. പക്ഷെ അത് ഈ പേഴ്സന്റെ മനസ്സിന്റെ തോന്നൽ മാത്രമാണ്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ വ്യക്തി ഇനിയും പഠിക്കാനുണ്ട്. എങ്ങനെ പെരുമാറണം, ഒരു സ്നേഹബന്ധം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് എന്താണ് കൊടുക്കേണ്ടത്, എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരു മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ വ്യക്തി വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ സമ്പത്തിലോ അല്ലെങ്കിൽ വാഹനം, വീട്, പൈസ, സ്ഥലം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കാം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് ജീവിതം, അത് മാത്രമാണ് ജീവിതം എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിക്കിപ്പോൾ എന്തൊക്കെയോ മനസ്സിലായി തുടങ്ങുന്ന, അതായത് നീതിദേവതയെ ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഒരു നീതി കൊണ്ടുവരണം. അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് പെരുമാറിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്നിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാകാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തതാകാം. അതായത് നീ എന്താണ് ചെയ്തിട്ടുള്ളത്, നീ തിരിച്ചങ്ങോട്ട് സ്നേഹിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരിങ്ങോട്ട് തന്ന അതേ സ്നേഹം നിനക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ഈ വ്യക്തി മുട്ടുകുത്തി അല്ലെങ്കിൽ ഉത്തരം മുട്ടി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങൾ അത്രമേൽ സ്നേഹിച്ചിട്ട് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന്. ചിലപ്പോൾ ഇത്രയും സ്നേഹത്തോടെ ഇരുന്നിരുന്ന് ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളെ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടുണ്ടാകാം, ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ടാകാം. കുറച്ചധികം അഹങ്കാരിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജീവിതം നോക്കി പോകുന്നു. ഒറ്റയ്ക്കാണ്, വിഷമത്തിലാണ്, എങ്കിലും നിങ്ങൾ അത് പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ ഓരോ പാഠങ്ങളായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളെ ഈ വ്യക്തി വേദനിപ്പിച്ചതുപോലെ അത് കർമ്മ തിരിച്ചടിക്കും എന്ന് പറയുന്നത് പോലെ വേറെ ആരുടെയോ അടുത്ത് നിന്നോ ഈ വ്യക്തിക്ക് ആ ഒരു സെയിം അവസ്ഥ, അതേ അനുഭവം തന്നെ ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തി നോക്കാനും നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു കാര്യത്തെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ടാണ് ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ഇപ്പോഴായിരിക്കുന്ന ഒരു സാഹചര്യം വന്ന് എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഈ വ്യക്തിയുടെ ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം, ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. പക്ഷെ അവരിൽ നിന്നും ഈ വ്യക്തിക്ക് വളരെയധികം ചീറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, വളരെയധികം അവഗണന. അല്ലെങ്കിൽ ഈ വ്യക്തി എന്താണോ ആ പേഴ്സണ് കൊടുത്തത് അതൊന്നും തിരിച്ചു കിട്ടിയില്ല.
അതായത് കംപ്ലീറ്റ്ലി ഈ വ്യക്തിനെ കംപ്ലീറ്റ്ലി ഒരു ഫൂളാക്കുന്ന രീതിയിലേക്ക് വന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ചെയ്തത് എന്താണ്? അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചത് ശരിയാണോ? തെറ്റാണോ? അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ അടുത്ത് പെരുമാറേണ്ടിയിരുന്നത്? എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഉണ്ടായത്? ഈ വ്യക്തി എന്ത് തെറ്റാണ് ചെയ്തത്? ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന മിസ്റ്റേക്ക് എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവലോകനം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് വളരെയധികം ഈ വ്യക്തി ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കണം. അത് ഒരുപക്ഷെ ക്ഷമാപണമായിരിക്കാം, അതായത് സോറി പറയുന്നതായിരിക്കാം. ഞാൻ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നോട് മാപ്പ് തരണം, എനിക്ക് മാപ്പ് തരണം എന്നുള്ള രീതിയിൽ പറയാനോ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാനോ, നിങ്ങളെ ഒന്ന് കാണാനോ ഒക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് ഒരുപക്ഷെ ഇത്രയും കാലം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സ്നേഹത്തോടെ നടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഗുഡ് ബൈ പറഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന വിഷമം നിസാരമല്ല. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് വേദനിച്ചു എങ്കിൽ പോലും ഈ വ്യക്തി സന്തോഷത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. അതായത് ഈ വ്യക്തി വിഷമത്തിലും നിങ്ങൾ ഇപ്പോൾ അത്യാവശ്യം പോസിറ്റീവായിട്ട് നടക്കുന്ന ഒരവസ്ഥയുമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ വേണ്ട എന്ന് വെച്ച ആ ഒരു നിമിഷത്തിനെ നല്ല രീതിയിൽ ഈ വ്യക്തി പഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറ്റം പറയുന്നുണ്ട്, അല്ലെങ്കിൽ വിഷമിക്കുന്നുണ്ട്, അത് കുറ്റങ്ങളെ ഏറ്റു പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തിക്ക് ഇവിടെ വന്നിട്ടുള്ളത് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്, അതായത് വലിയൊരു മാറ്റമാണ്. അപ്പൊ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തിനെയും നിങ്ങളുടെ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ഈ ഒരു ഏകാന്തത, അതായത് രണ്ടുപേരും ഒറ്റക്കാണ്. ഇപ്പൊ നിങ്ങളാണെങ്കിലും കൂട്ടുകാരുടെ ഒപ്പമൊക്കെ നടക്കുന്നേ ഉള്ളൂ, അത് പുറമേ സന്തോഷം അഭിനയിച്ച് നടക്കുന്നതാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ജീവന്റെ പാതി ഈ വ്യക്തിയാണ്, പക്ഷെ ഈ വ്യക്തി വേറെ എവിടെയോ ആണ്. അപ്പോൾ ആ വ്യക്തി, ഈ പേഴ്സൺ ആണെങ്കിലും ഈ ഒരു ചിന്താഗതി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങളായിരുന്നു ഈ പേഴ്സന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സക്സസ്, അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ളൊരു സന്തോഷം, വിജയം എന്നുള്ളത് നിങ്ങളായിരുന്നു എന്നുള്ളത് ഈ പേഴ്സണും മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചാലാണ് അവിടെ ഒരു പൂർണ്ണത വരുന്നത്. അത് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കി വരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് നേരെയായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവിടെ ക്ഷമാപണം ഉണ്ടാകും, തെറ്റുകൾ ഏറ്റുപറയുന്ന സാഹചര്യം ഉണ്ടാകും, രണ്ടുപേരും വീണ്ടും വഴക്കടിക്കാം, അല്ലെങ്കിൽ തെറ്റുകൾ ഏറ്റുപറയാം, അങ്ങനെയുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ എത്രയും പെട്ടെന്ന് തേടി വരട്ടെ എന്നാണ് ആശംസിക്കുന്നത്. കാരണം അങ്ങനെയാണ് നമുക്ക് എനർജി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണേ എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രപഞ്ച ശക്തിയെ മനസ്സിൽ വിചാരിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ വായന നിർത്തുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.